ഹലോ ആ എന്താ ചേച്ചി? അയ്യോ ഞാൻ സ്റ്റാൻഡിലില്ല ചേച്ചി, വേറൊരു ഓട്ടോ വിളിച്ചൊന്ന് പോകാവോ? ആ ഓക്കെ ചേച്ചി, ഓക്കെ. മഞ്ജു, നീ എന്താ ഇവിടെ ഓട്ടം വന്നാണോ? യു സുവർണ അറിഞ്ഞില്ലേ? ചേട്ടൻ ഇവിടെ ആശുപത്രി കിടക്കുവാ. അവന് ഇതിനാ പറ്റടി? സുവർണ നിങ്ങൾ കേക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു ചേട്ടാ ടോപ്പ് ഇട്ടോണ്ട് പോവാന്നേ. അപ്പൊ ചേട്ടൻ പറയാ ടോപ്പ് ഇല്ലാതെ പോകാമെങ്കിൽ നീ പോയാ മതി, ഇല്ലേ പോവണ്ടെന്ന്. അങ്ങനെ പുറത്തിറങ്ങിയ ഭയങ്കര വൃത്തികളല്ലേടി. പോടുന്ന് ഞാൻ ചുരിദാർ ടോപ്പ് ഇടുന്ന കാര്യമല്ല, വണ്ടി ടോപ്പ് ഗിയറിൽ പോയ കാര്യം പറഞ്ഞേ. അതാണോ? എന്നിട്ടെന്താ ഞാൻ ഇങ്ങനെ ടോപ്പ് ഗിയറിൽ വണ്ടി ഇങ്ങനെ വളച്ച് ഇറക്കമെല്ലാം കയറി കട്ടറെല്ലാം ഇങ്ങനെ ചാടി മുകളോട്ട് ഇങ്ങനെ താഴോട്ട് വന്നപ്പോ തോണ്ടറോ ഒരു പൂച്ച കുറുകെ ചാടിയതും ഒറ്റ ചവിട്ടിനെ വണ്ടി നിർത്തിയില്ലേ. എന്നിട്ട് ഞാൻ കണ്ണൂർന്ന് നോക്കുമ്പോഴേ എന്റെ ഈ കാല് ചേട്ടന്റെ തല ചവിട്ടി തിരിച്ചു വെച്ചിരിക്കുന്നു, കൈ എട്ടായി ഓടിച്ചിട്ടിരിക്കുന്നു. സ്വപ്നത്തിലായിരുന്നോടി? സുവർണ സ്വപ്നത്തിൽ ഞാൻ ചെയ്തതാണേ. പക്ഷെ അങ്ങേര് വിചാരിച്ചിരിക്കുന്നു ഉറക്കത്തിൽ ആരോ ഇരുട്ടടി അടിച്ചെന്നാ. ഇപ്പഴേ അന്നനാളത്തി മൂത്രം കെട്ടി കിടക്കില്ലയോ. അവനെന്തിനാ അതും കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്, മുള്ളിക്കളയാനുള്ളതൊക്കെ? അയ്യോ ഈ പരാജയത്തിനോടാണല്ലോ സംസാരിച്ചേ. നിന്റെ അച്ഛനെ ബിവറയിലോട്ട് ഓട്ടം വിളിച്ചോണ്ട് എന്റെ പൈസ തന്നില്ല കേട്ടോ. അതോ? ഇതുകൊണ്ട് ഐസി കിടപ്പുണ്ട് എന്ന് ജ്യോതിരി. അയ്യോ എന്ത് പറ്റി നിന്റെ അച്ഛന്? അയ്യോ കുപ്പി മാറി കുടിച്ചതാ. കുപ്പി മാറി കുടിച്ചോ? ആ വൈദ്രമാന്നും പറഞ്ഞു വിനാഗിരി എടുത്ത് കുടിച്ച് വായും പൊള്ളിച്ച് പൈസയില്ല. അവിടെ കിടന്നോണ്ടല്ലോ ആ ഡോക്ടർമാരെല്ലാം പുളിച്ചോ ദുർവിളിയും. വിനാഗിരിയല്ലേ കൂച്ചേ, അപ്പൊ പുളിച്ചിനെ കൂടും. എന്താ സങ്കടം അതല്ല സുവർണ, ഇന്നു വരെ ഉണ്ടല്ലോ ഒരു അച്ചാറ് തൊട്ടുകൂട്ടാത്ത എന്റെ അമ്മയെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ഒളിച്ചും പാത്തും നടന്നു ഒരു കുപ്പി അച്ചാറല്ലേ അടിച്ച് തീർത്തിരിക്കുന്നേ. പോരാത്തേനോ ആ റോഡിലോട്ട് ഇറങ്ങി തിരുവാതിരയും തല്ലും തെറിവിളിയും. ഇത് തടയാൻ ചെല്ലുന്ന എന്റെ കുഞ്ഞമ്മേനെ മുണ്ടൂക്കി കാണിക്കലും. നിന്റെ അമ്മയ്ക്ക് തന്നെ പറ്റടി? 1 ലിറ്റർ വൈറ്റ് റമ്മല്ലിയ മനുഷ്യ അച്ചാർ കിടന്ന് കളിക്കുന്നത്. ഓ കുപ്പി മാറിപ്പോയത്. പിന്നെ സംസാരിച്ചിരിക്കാൻ നേരമില്ല, ഞാനേ ഉച്ചക്ക് കൊടുക്കാൻ ഇച്ചിരി കഞ്ഞി വാങ്ങിച്ചു വരട്ടെ. എന്തുവാ എടി കെട്ടിയോൻ കൈയോട് ഞാച്ചിൽ കിടക്കുമ്പോഴാണ് നീ പൂച്ചയ്ക്ക് കഞ്ഞി കൊടുക്കാൻ പോകുന്നത്? ഒട്ടിക്ക് ഞാൻ കേട്ടോ. മനുഷ്യ പൂച്ചയല്ല, ഉച്ചയ്ക്ക് കൊടുക്കാൻ ഇച്ചിരി കഞ്ഞി വാങ്ങിച്ചോണ്ട് വരട്ടെ എന്ന് നിങ്ങൾ ചെവി കുരുവാണോ? ആശയുടെ ഓട്ടം പോയി കഴിഞ്ഞപ്പോ തൊട്ടേ എന്റെ ചെവിക്ക് എന്തോ ഒരു പ്രശ്നമായി. എന്നാ പ്രശ്നം? എടി അവൾ എന്നെ വിളിച്ചോണ്ട് ഓട്ടം പോയി അവിടെ വീട്ടിൽ ചെന്ന്. അവിടെ ചെന്നപ്പോ അവൾ എന്നോട് പറയാ, ഊണാ എന്റെ വീട്ടിൽ ആരും ഇല്ല, ഒരു 10 മിനിറ്റ് കിടക്കാവുന്നു. അന്നേരത്തെ ആവേശത്തിന് ഞാൻ അവിടെ വാടിയെന്ന് പറഞ്ഞു വിളിച്ചവിടെ കൈ കൊണ്ട് പോയതും അവളാണ്ടാ താടെ ഇരുന്ന് കിണ്ടി വെച്ച എന്റെ മണ്ടയ്ക്ക് ഒറ്റ അടിയായിരുന്നു. നിന്നെ കൊല്ലണമായതാണ് കാല. 10 മിനിറ്റ് ഓട്ടോയായിട്ട് കിടക്കാൻ പറഞ്ഞ നീ കട്ടില കിടക്കാൻ പോയി എന്തിനാ? അടി കിട്ടി കഴിഞ്ഞപ്പോഴല്ലേ എനിക്കത് മനസ്സിലായത്. കിട്ടിയാലേ മനസ്സിലാകത്തുള്ളൂ. ഞാൻ വന്നപ്പോ തൊട്ട് കാണുന്നു നിങ്ങളുടെ ഈ മുഖത്ത് എന്തോ ഒരു പോറലി. ഇതാണോ? ഇതൊരു കാറുകാരൻ വെച്ച് കീറിച്ച് പോയതാടി. ഇതൊക്കെ എപ്പോ ചെന്ന് കേറുന്നത്? ഞാൻ ഇന്നലെ നമ്മുടെ സ്റ്റാൻഡിൽ കിടക്കുക, ഒരു കാറുകാരൻ പയ്യൻ വന്നിട്ട് എന്നോട് ചോദിക്കുക, ചേട്ടാ ഈ വഴി എങ്ങോട്ടാ പോകുന്നു? നിങ്ങൾ എന്നാ പറഞ്ഞു? അന്നേരത്തെ ഒരു ഇളക്കത്തിന്റെ പുറത്ത് ഞാൻ പറഞ്ഞു, മോനെ 10-20 കൊല്ലമായി ഞാൻ ഇവിടെ കിടന്ന് വണ്ടി ഓടുന്നു, സത്യം ഇതുവരെ ഈ വഴി എങ്ങും പോയി ഞാൻ കണ്ടിട്ടില്ല. ഇനി രാത്രിയിലെങ്ങാനും പോയിട്ട് രാവിലെ ഇവിടെ വന്ന് കിടക്കുന്നതാണെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. ആ കാറ് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് സിഗരറ്റ് ലാമ്പിന്റെ മൂട് വെച്ചോ ഒറ്റ ഇടിയായിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് അവരോട് ചോദിച്ചില്ല മനുഷ്യ? അയ്യോ അത് എന്റെ ലാമ്പല്ലാതെ അവന്റെ ലാമ്പാ. ഞാൻ അടിയും കൊണ്ട് നേരെ ബെഡ് റെസ്റ്റ് എടുത്ത് കിടന്നില്ലേ. ഈ തല്ലെല്ലാം വാരി കൂട്ടിയിട്ട് നിങ്ങൾ ബെഡ് റോസ്റ്റും കഴിച്ചെടുക്കാൻ വല്ല കഞ്ഞിയും കുടിച്ച് കിടന്നാ പോരായിരുന്നോ? ബെഡ് റോസ്റ്റ് അല്ലടി, ബെഡ് റെസ്റ്റ്. ഒരു മിനിറ്റ്. ആ ചേച്ചി, അയ്യോ അങ്ങനെ പറയല്ലേ ചേച്ചി. ചേട്ടന്റെ ഗ്രൂപ്പ് റയറല്ലേ, അത് വേറെ എങ്ങും കിട്ടത്തില്ലേ ചേച്ചി? ചേച്ചി എനിക്ക് തന്നെ തരുമോ ചേച്ചി? നാളെ ഓപ്പറേഷൻ. എന്തോടി പ്രശ്നം? ഒരു മിനിറ്റ് സുഗുണ, നാളെ ചേട്ടന്റെ കയ്യിൽ കമ്പി ഇടുന്ന ഓപ്പറേഷനായിട്ട് ബ്ലഡ് കൊടുക്കാൻ ഒരാളെ കിട്ടുന്നില്ല ഇതുവരെ. ശരിക്കും? ഞാൻ വരാടി, സത്യമായിട്ടും. പിന്നെ വാക്കേ ഞാൻ വരാം. ചേച്ചി അന്ന് അത് ആർക്കെങ്കിലും കൊടുത്തു കേട്ടോ, ഇവിടെ ആളിനെ കിട്ടി. ആ ഓക്കെ ചേച്ചി, താങ്ക് യു. എന്റെ സുഗുണ, ഇത്രോ നല്ലൊരു മനുഷ്യനെയാണോ ഈ ആളുകളെല്ലാം എടുത്തിട്ട് ഇടിക്കുന്നത്? നിങ്ങൾ ഞാൻ എന്തേലും പറഞ്ഞോണ്ട പോട്ടെ കേട്ടോ. നിന്റെ കെട്ടിയവന്റെ ഓപ്പറേഷൻ ആയി കിടക്കുമ്പോ ഒരു കഷ്ണം ബ്രെഡ് എടുത്തു കൊടുക്കാൻ എനിക്കെന്താടി മടി? ബ്രെഡോ? കോലം. അയ്യോ ഇങ്ങനെ എന്തിനാടി അടിച്ചത്? നിനക്ക് ഇങ്ങനെ അടിച്ചുകൂടാ? എന്നിട്ട് വേണം മുള്ളുകൊണ്ട് എന്റെ കൈ മുറിയാൻ. പുക ഓടുന്നു. ആ